ഹൈ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമേ ടെക്നൈറ്റ്സിനും ഡെവലപ്പേഴ്സിനൊന്നും അത്ര അൺഫെമിലിയർ ആയിട്ടുള്ള സാധനമല്ല. അവർക്കിതറിയാം. സോ ഇതല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്കും കാണാം. നമ്മൾ ഡെയിലി ലൈഫിൽ ഇഷ്ടംപോലെ വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നവരാണ്, ലൈക്ക് ഗൂഗിൾ. പക്ഷെ നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പം ശരിക്കും നമ്മൾ ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുവാണോ ചെയ്യുന്നത്? പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ google.com എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അഡ്രസ് ബാറിൽ google.com എന്ന് സെർച്ച് ചെയ്യും. ഇപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ബ്രൗസർ google.com എന്ന ഡൊമൈനിലോട്ട് ഒരു റിക്വസ്റ്റ് അയക്കും. അതിൻ്റെ ആ റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് ആയിട്ട് ഡൊമൈനിൽ നിന്ന് നിങ്ങളുടെ ബ്രൗസറിന് കുറച്ച് ഫയലുകൾ കിട്ടും. അതിൻ്റെ ഫയലുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വെബ്സൈറ്റിൽ കാണുന്ന എലമെൻറ്റുകളെല്ലാം അടങ്ങുന്ന ഒരു HTML ഫയൽ, പിന്നെ അതിൻ്റെ സൈസ്, ഷേപ്പ്, സ്ട്രക്ചർ, കളർ, ഈ സാധനങ്ങളൊക്കെ അടങ്ങുന്ന ഒരു CSS ഫയൽ, പിന്നെ അതിൽ നിങ്ങൾ കാണുന്ന ആനിമേഷൻസ്, ഇൻട്രാക്ഷൻസ്, ഇതൊക്കെ അടങ്ങുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ, പിന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ കാണുന്ന ഇമേജുകൾ, ലെങ്ത് ഇല്ലാത്ത ചെറിയ വീഡിയോസ്, GIF ഫയലുകൾ, നിങ്ങൾ കാണുന്ന ടെക്സ്റ്റിൻ്റെ ഫോണ്ടുകൾ, ഇതൊക്കെയാണ് ഈ ഫയൽസ്. നിങ്ങളുടെ ബ്രൗസർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്ത് റണ്ടർ ചെയ്തൊരു പ്രിവ്യൂ നിങ്ങളെ കാണിക്കും. അതിൻ്റെ പ്രിവ്യൂ ആണ് നിങ്ങൾ കാണുന്ന വെബ്സൈറ്റ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യല ചെയ്യുന്നത്, ആ വെബ്സൈറ്റിൻ്റെ കോപ്പി ഡൗൺലോഡ് ചെയ്ത് റണ്ടർ ചെയ്ത് അത് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഡൗൺലോഡിങ് റണ്ടറിങ് ഒന്നും കാണുന്നില്ലല്ലോ, ഇതെല്ലാം പെട്ടെന്ന് ലോഡ് ആവുന്നുണ്ടല്ലോ എന്ന്. നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും നിങ്ങളുടെ ഡിവൈസിൻ്റെയും ബ്രൗസറിൻ്റെ ക്യാപ്പബിലിറ്റീസ് ഒക്കെ അനുസരിച്ച് ഈ ഡൗൺലോഡിങ് റണ്ടറിങ് ഒക്കെ വളരെ പെട്ടെന്നായിരിക്കും നടക്കുന്നത്. പിന്നെ ചില ബ്രൗസറിന് ലേസി ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷണൽ ഫീച്ചർ ഉണ്ട്. അതുകൊണ്ടാണ് സംഭവിക്കുക പറഞ്ഞാൽ, നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് താഴോട്ട് വരുന്ന സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്ത് റണ്ടർ ചെയ്ത് നിങ്ങളെ കാണിക്കും. സോ ഒരു പുതിയ ഇൻഫർമേഷൻ ആയില്ലേ. സോ ഒരു എക്സ്ട്രാ 2 കാര്യം അവിടെ പറഞ്ഞുതരാം. നിങ്ങൾ എൻ്റെ ഈ പേര് കണ്ടോ, ജോയൽ സിബി. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ജോയൽ സിബി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള കുറേ ഇൻഫർമേഷൻ ടോപ്പ് റിസൾട്ട്സിൽ വരും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുകയും ചെയ്താൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങളുടെ ഫീഡിൽ വരും. ഈ ടെക്നോളജിക്ക് ഇതങ്ങോട്ടേ പോണേ. ശരി, എന്നാൽ ബൈ, തരാം.